സമീപകാലത്ത് സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധ നേടിയ ആളാണ് മരിച്ചുപോയ കൊല്ലം ശ്രുതിയുടെ ഭാര്യ രേണു. ശ്രുതി മരിച്ചിട്ട് ഇന്നേക്ക് 2 വർഷം. സോഷ്യൽ മീഡിയയിൽ ഏറെ സജീവമായ രേണുവിന് ഏറെ പിന്തുണ ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നുവെങ്കിലും പിന്നീട് വമ്പൻ വിമർശനങ്ങളാണ് നേരിടേണ്ടി വന്നത്. രേണു അഭിനയത്തിലേക്ക് എത്തിയതും ഫോട്ടോഷൂട്ടുമൊക്കെയായിരുന്നു ചിലവരെ ചൊടിപ്പിച്ചത്. ആദ്യമെല്ലാം നെഗറ്റീവ് കമൻറ്റുകൾ കണ്ട് വിഷമിച്ചിരുന്ന രേണു ഇപ്പോൾ അതിനൊന്നും കണ്ട ഭാവം കാണിക്കാറില്ല. അടുത്തിടെ വളരെ മോശം കമൻറ്റുകൾക്ക് രേണു മറുപടിയും നൽകിയിട്ടുണ്ട്. 2023 ജൂൺ 5-നായിരുന്നു തൃശൂർ കയ്പമംഗലം പറമ്പിക്കുന്നിൽ വെച്ച് നടന്ന വാഹനാപകടത്തിൽ ശ്രുതി മരണമടയുന്നത്. ശ്രുതിയുടെ മരണത്തിന് ശേഷം താരത്തെ മാത്രം ആശ്രയിച്ചു കഴിഞ്ഞിരുന്ന ഭാര്യ രേണുവും 2 മക്കളും അനാഥരായി. ജീവിക്കാൻ ഹ്രസ്വചിത്രങ്ങളിലൂടെയും റീൽ വീഡിയോകളിലൂടെയും അഭിനയത്തിൽ സജീവമാവുകയാണ് ഭാര്യ രേണു സുധി. തങ്ങളുടെ പ്രണയത്തെയും വിവാഹത്തെയും പറ്റി രേണു തുറന്നു പറഞ്ഞ വീഡിയോ ഇപ്പോൾ ശ്രദ്ധേയമാകുന്നു. തൻ്റെ യഥാർത്ഥ പേര് രേഷ്മ തങ്കച്ചൻ എന്നാണ്. വീട്ടിൽ വിളിക്കുന്നത് രേണു എന്നാണ്. ശ്രുതിക്ക് ഇഷ്ടമുള്ളതുകൊണ്ടാണ് അത് വിളിച്ചതെന്നും മെയിൻ സ്ട്രീം 1 ചാനലിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നുണ്ട്. ശ്രുതി എന്ന പേര് ഉപയോഗിക്കുന്നതിനെതിരെ വിദ്വേഷ കമൻ്റ് ഇടുന്നവർക്കും രേണുവിൻ്റെ കയ്യിൽ മറുപടിയുണ്ട്. ശ്രുതി തൻ്റെ ഭർത്താവാണ്. തനിക്ക് മാത്രമേ ആ പേര് ഉപയോഗിക്കാൻ പാടുള്ളൂ, അതിനുള്ള അർഹതയുമുള്ളൂ. ആരെന്ത് പറഞ്ഞാലും രേണു ശ്രുതി എന്ന പേര് മാറ്റില്ലെന്നും ഇനിയൊരു വിവാഹമുണ്ടായാൽ മാത്രമേ ശ്രുതി എന്ന പേര് മുറിച്ചു മാറ്റൂ എന്നും രേണു ശ്രുതി പറയുന്നു. തങ്ങൾ വിവാഹിതരായിരുന്നില്ല എന്ന് പറഞ്ഞവരുടെ മുന്നിലേക്ക് സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം വിവാഹിതരായതിൻ്റെ സർട്ടിഫിക്കറ്റ് ഉയർത്തിക്കാണിച്ചുകൊണ്ടാണ് രേണു എത്തിയിരിക്കുന്നത്. വാവൂട്ട എന്നാണ് ശ്രുതിച്ചേട്ടൻ എന്നെ വിളിച്ചിരുന്നതെന്നും രേണു കൂട്ടിച്ചേർത്തു. രേണുവിൻ്റെ എല്ലാ വീഡിയോസും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ